ഹലോ മക്കളെ, അപ്പം ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കണേ. വലിയ ഇതൊന്നല്ല, എന്തെന്ന് അല്ല, വല്ല എമർജൻസി ആയിട്ടുള്ള വീഡിയോ ഒന്നല്ലെന്നാണ് ഞാൻ പറയാൻ വന്നേ. എന്നാലും നമ്മുടെ ഒരു ഇത് വേണ്ടേ. ഒരു ദിവസം നിങ്ങളെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചില്ല, ഒരു ദിവസമല്ല, ആഴ്ചയിൽ 3 വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. അങ്ങനെ പറ്റണുള്ളൂ മക്കളെ. ഒന്നാമത് കണ്ടന്റ് ഇല്ല, രണ്ടാമത് ഇട്ട് കാണിക്കണ്ടേ നിങ്ങൾ എന്തെങ്കിലും. അപ്പം അതാണ് മമ്മി ഇന്ന് ഇതിട്ടത്. എന്ത് പോർക്കും ദോശ ഉണ്ടാക്കിയത്. അതപ്പോൾ ലെങ്ത്ത് കൂടിപ്പോയി, അതറിയാം. ഞങ്ങൾ രണ്ടുപേരും നല്ല എടുത്തേ. നോയലിന് വയ്യാണ്ട് കിടക്കായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും എടുത്തേ. അപ്പം നോയല് ഇത് എഡിറ്റ് ചെയ്തപ്പോ പറഞ്ഞു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ തന്നെ ഞങ്ങൾ എടുത്തത്. അപ്പൊ നോയല് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോ പറഞ്ഞു, മമ്മി ഇത് ലെങ്ത്ത് കൂടുതലാ. ഞാൻ പറഞ്ഞ സാരില്ല, നമ്മ എപ്പോഴും അങ്ങനെ അധികം വലുത് നീണ്ടത് ഇടാറില്ലല്ലോ. അപ്പൊ ഇത് കിടക്കട്ടെ, മോന് ഇടുന്ന് പറഞ്ഞു. പക്ഷെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ലെങ്ത്ത് ഇത്തിരി കുറച്ചാ നന്നായിരുന്നാനേന്ന്. പിന്നെ മിക്കവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ നിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. മഴയൊക്കെ എങ്ങനെയുണ്ടോ? മക്കളെ, മഴ അടിപൊളിയായി പെയ്തോണ്ടിരിക്കാണ്. നമുക്ക് തൃശ്ശൂർ ജില്ല, എറണാകുളം ഉണ്ടാ റെഡ് അലർട്ടാണ്. പിന്നെ തകർത്ത് പെയ്തോണ്ടിരിക്കുക. സങ്കടം മാറി, എന്ത് ചൂടിന്റെ എന്നുള്ള സങ്കടം. പക്ഷെ ഒരു കാര്യം മമ്മി പറയാട്ടാ, ഈ മഴ ഇങ്ങനെ പെയ്യുണ്ടെങ്കിലും കുറച്ചു നേരം നിന്നും കൊണ്ട് വെയിൽ ഉദിക്കുകയാണെങ്കിൽ നല്ല ചൂടാ, നല്ല ചൂട്, വയർത്തൊഴുകല്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി മൺസൂൺ വരാം. അതിനാണ് നല്ല തണവും കാര്യങ്ങളൊക്കെ. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല കേട്ടാ, കഴിയുമ്പോ നല്ല ചൂടാണെന്ന് മൊത്തത്തിൽ അങ്ങനെയാണ്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത്, ഞാനൊരു വീഡിയോ കണ്ടതാണ്. ആള് പറഞ്ഞത്, ഇപ്പൊ ഈ പെയ്യണ മഴയില്ല, വേനൽ മഴ, ഇത് പെയ്തിട്ട് ഒരു 3-4 ദിവസം ഒരു ഗ്യാപ്പ് കിട്ടും വെയിൽ വന്നിട്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മൺസൂൺ വരുന്ന പറഞ്ഞത്. അത് വന്നു കഴിഞ്ഞാൽ മൊത്തത്തില് മഴ അടിപൊളിയായി പെയ്യട്ടെ. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ, നമ്മളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അതൊക്കെ നമ്മുടെ കൺട്രോള് അല്ലെന്നാ പറയണേ. നമ്മളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഇത് മഴ കുറയ്ക്കാനും ചൂട് വരുത്ത അങ്ങനെ നമ്മളെ അതൊക്കെ മുകളിലൊരാളുണ്ട്, ആള് വിചാരിക്കണ പോലെയൊക്കെ നടക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോട്ടെ. പിന്നെ ഇത്രയും മഴ പെയ്തുള്ളൂ, അപ്പോഴത്തേന് ആലുവയില് വെള്ളപ്പൊക്കമല്ല, മിക്ക സ്ഥലങ്ങളിലും വെള്ളം കിട്ടും. അതെന്താ ഏറ്റവും കൂടുതൽ പറയുന്നത് മക്കളെ, പ്ലാസ്റ്റിക് കുപ്പി എന്നാ പറയണേ. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇതിനകത്തൊരുത്താനൊന്നുമില്ല ഇടനോയിലെ. എന്നിട്ട് അല്ല, ഈ പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ വലിച്ചെറിയണ അല്ലാണ്ട് അതെവിടെയെങ്കിലും അങ്ങനെ ചെയ്തൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് പ്രോപ്പറായിട്ട് ഒരു ഇത് വരണം, സംവിധാനം. എന്നാലാണ് ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുക്കണം. ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞങ്ങളെടുത്ത് സംസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ഹരിതസേനയില്ലേ, അതുപോലത്തെ സംഭവം എന്തെങ്കിലും, അതായത് ഈ നിക്ഷേപിച്ച് ചെയ്യാനുള്ള വേസ്റ്റ് പിന്നെ അങ്ങനെ അത് ആദ്യം അത് ചെയ്യണം. അതായത് ഈ കുപ്പിയും സാധനങ്ങളൊക്കെ ഇടാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. ഗവൺമെന്റ് പഞ്ചായത്ത് ആയാലും ചെയ്യണം. എന്നിട്ട് പിന്നെ അത് ചെയ്യണില്ല, അവര് ഈ ആൾക്കാർ അതില് ചെയ്യണില്ല, പിന്നെ വലിച്ചെറിയുന്ന അപ്പൊ നല്ല രീതിയിലുള്ള ശിക്ഷകൾ കൊടുത്ത് പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. കുപ്പിയുടെ ആകൃതി തന്നെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇടാം കുപ്പി. പ്ലാസ്റ്റിക് കുറെ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്, മാള ഭാഗത്ത്, അഷ്ടമിത്ര, അവിടെ അങ്ങനെയൊക്കെ ചിലയിടത്ത് കാണാറുണ്ടല്ലോ. ചിലയിടത്ത് അങ്ങനെ വെച്ച് കഴിയുമ്പോ അതിനകത്ത് പോയി ഇടാം. അല്ലാണ്ട് പിന്നെ പുറത്ത് വലിച്ചെറിഞ്ഞത് നമുക്കൊരു സംവിധാനം ചെയ്ത് തരുമ്പോ നമ്മൾ അത് ഉപയോഗിക്കാം. അതന്നെ, എല്ലാവരും അങ്ങനെ ഉള്ളോടത്ത് മക്കളെ അതിന്റെ ഉള്ളിൽ തന്നെ ഇട് പ്ലാസ്റ്റിക് കുപ്പി. അതും കൂടി ഒരു അതന്നെ മമ്മി പറയണേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കുടുംബങ്ങളിലും വെള്ളക്കെട്ട്, നാട്ടിലൊക്കെ വെള്ളക്കെട്ട് വന്ന എന്താ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പൊ എന്തിനാ ഈ പറയിപ്പിക്കണേ? അപ്പൊ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രല്ല, പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ്, ചവറ്, കടലാസ് സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ കാനകൾ ഇതൊക്കെ അടഞ്ഞു പോകും. വെള്ളക്കെട്ട്, വെള്ളം വന്നാലുള്ള അവസ്ഥകൾ മക്കൾക്ക് അറിയാം. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം അതനുസരിച്ച് പെരുമാറാം. പിന്നെ എന്തെന്നാ, പിന്നൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നോയലിൻ്റെ അസ്വസ്ഥത കുറവുണ്ട്.
മരുന്ന് മേടിച്ച് ആന്റിബയോട്ടിക് മേടിച്ച് കഴിച്ച് ആശ്വാസമുണ്ട്. വേറെ ആർക്കും ഇല്ല, വന്നിട്ടില്ല, വരാതിരിക്കട്ടെ എന്ന് പറയണു, വിചാരിക്കണു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പനി എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്. നല്ല പനിയായിട്ട്, തൊണ്ടവേദനയും പനിയായിട്ട് ഓടി നടക്കുന്നുണ്ട്. അത് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. പിന്നെന്താ, പനി മാത്രല്ല മഞ്ഞപ്പിത്തം അങ്ങനെ. അതന്നെ എറണാകുളം ഭാഗത്തൊക്കെ ഭയങ്കര മഞ്ഞപ്പിത്തം പറയുന്നുണ്ട്. വെള്ളം മഞ്ഞപ്പിത്തം പറയുന്നുണ്ട് എറണാകുളം വശം. മഴ തിളപ്പിച്ച വെള്ളം കുടിക്കും മക്കളെ, തിളപ്പിച്ച് വെള്ളം കുടിക്കുക. നമ്മ തിളപ്പിച്ച വെള്ളം കുടിക്കണ, തിളപ്പിച്ചാണ്, തിളപ്പിച്ചതുണ്ട് അല്ലാണ്ടുണ്ട്. തിളപ്പിച്ചതാണ് നമ്മ കുടിക്കണേ. മിക്കതും അമ്മ കാലത്ത് ഒരു ഇഡ്ലി ചെമ്പ് വെള്ളം, ഒന്നില്ലെങ്കിൽ കരയാമ്പൂ ഇടും, അല്ലെങ്കിൽ ജാതിപത്രി ഇടും, അല്ലെങ്കിൽ ഫ്ലേവർ ഇടാൻ വേണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ എന്തിട്ടാ ജീരകം ഇടും, ജാതിയിലിടും. അങ്ങനെയൊക്കെ ഓരോന്ന് മാറ്റി മാറ്റിയിട്ട് തിളപ്പിച്ച് തിളച്ച വെള്ളമാണ് ഒരുവിധം കഴിക്കണേ. അമ്മ പിന്നെ മഴ എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ചെറുപ്പത്തിൽ ഇങ്ങാനും ഒരു മഴയെ കുറിച്ചൊരു ഓർമ്മ എന്ന് പറയൂ. എനിക്കൊരു സംഭവം ഞാൻ പറയാട്ടെ, മമ്മി പറഞ്ഞു കഴിഞ്ഞിട്ട്. മമ്മിയുടെ ചെറുപ്പകാലത്തെ മഴയുടെ ഇപ്പോഴും മഴ എന്ന് കേൾക്കുമ്പോ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ലേ. മോൻ പറഞ്ഞു തുടങ്ങുക. അപ്പോഴത്തേനും മമ്മിയുടെ വരയുന്നുണ്ടെങ്കിൽ പറയാ. അതിനോടനുബന്ധിച്ചാണ് മമ്മിക്ക് എന്നെ കേട്ട ചിരി വരിക്കും. ഞാൻ പറയാ, ഏറ്റവും കൂടുതൽ ഞാൻ ന്യൂസ് കാണുന്ന സമയം മഴയുടെ സമയമായിട്ടാ. അതെന്താന്ന് അറിയാമോ? അതന്നെ, അത് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എക്സൈറ്റ്. ചിലപ്പോ ദിവസങ്ങളിൽ രാത്രി ഇരുന്ന് കാണും. ഈ പിറ്റേ ദിവസം ഇപ്പം നമുക്കിപ്പോ മഴയെന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന ജില്ലകളിൽ റെഡ് അലേർട്ട്, അപ്പൊ ക്ലാസ് ഉണ്ടാവും, പഠിക്കണ്ടല്ലോ. പിറ്റേ ദിവസം ഇങ്ങനെ നിക്കും, ദൈവം ഇപ്പൊ പറയുന്നു. ചില സമയത്ത് നമ്മള് റെഡി ആയി കഴിഞ്ഞ് ഇറങ്ങാൻ നിക്കുമ്പോഴേ അപ്പൊ കൂട്ടുകാരെ വിളിച്ച് പറയുന്നത് തൃശ്ശൂർ ജില്ലക്ക് അവധിയാണ്. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം. അതാണ് എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് മഴ പറയുന്നത്. എനിക്ക് ആദ്യം തന്നെ ഓർമ്മ ന്യൂസ് കാണുന്ന അത് ഞങ്ങള് നോക്കാറുണ്ട്. ഞങ്ങള് രാത്രിയല്ലോ രാവിലെ വെച്ചോക്കും, രാവിലെ വെച്ചോക്കും ന്യൂസ്, എന്തെങ്കിലും മുടക്കുണ്ടോ അതൊക്കെ അറിയാൻ. അപ്പൊ ഒരു സന്തോഷായിട്ടാ. ചില സമയത്ത് നമ്മള് എല്ലാം പഠിച്ച് എല്ലാ ഹോംവർക്ക് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് ആ ദിവസങ്ങളിൽ മാത്രം നമുക്ക് പോയാൽ മതി. ഇന്നിപ്പം പരീക്ഷ എടുത്തുന്ന ഫുൾ മാർക്ക് ആ രീതിയിൽ പഠിച്ച് നമ്മൾ നിൽക്കും. പറയുന്ന അവധിയാണ്. പിന്നെ ആ ദിവസം പോക്കാണ്. പിറ്റേ ദിവസം എക്സാം എടുത്താൽ വലിയ കാര്യമായിട്ടൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് എനിക്ക് ആദ്യം മഴ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ന്യൂസ് കാണും. എനിക്ക് നല്ല അങ്ങനെ ന്യൂസ് കാണല് അങ്ങനത്തെ വലിയ ശീലമൊന്നുമില്ല. കാണുന്നത് ഈ മഴയുടെ സമയത്താണ്, ഇത് അറിയാൻ വേണ്ടിട്ട് മാത്രം. അതാണ് എന്റെ ഓർമ്മ. മമ്മിക്ക് അങ്ങനെ ഓർമ്മ ക്ലാസ്സിൽ പോയിട്ടില്ല. മമ്മി അങ്ങനെ പ്രത്യേകിച്ച് മമ്മി 7ാം ക്ലാസ് വരെ പോയിട്ടുള്ള കാര്യം പറയാം. 7ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അത് നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ, കടൂറ്റി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് പോയത്. 7 വരെ. ബൂ പോയിട്ടില്ല. ബൂ കിഴക്കേപ്പള്ളിയിലത്തെ ഉണ്ണിമിശിയ പള്ളി സെന്റ് അഗസ്റ്റിനിലാണ് പഠിച്ചത്. പിന്നെ മമ്മിയുടെ മഴയുടെ ഇത് പറയണത്, നമ്മളുടെ വീട്, മുന്നത്തെ വീട് ഒക്കെ ഓല വീടായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളാണ് മമ്മിയുടെ ഓർമ്മ. മമ്മിയുടെ സ്കൂളിന്റെ ഇപ്പൊ അമ്മ പറഞ്ഞു സ്കൂളിന്റെ ഒരു ഓർമ്മ ന്യൂസ് അതല്ല. മമ്മി മഴ വന്നു കഴിഞ്ഞാ ചോരാത്ത സ്ഥലം നോക്കി എവിടെ പോയിരിക്കും, എവിടെ പോയി കിടക്കും, അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് മമ്മിയുടെ ഓർമ്മ. അല്ലാണ്ട് വേറെ അങ്ങനെ സ്കൂളിൽ പോകണ അത് അങ്ങനത്തെ ഇതില്ല. മമ്മി സ്കൂളിൽ പോകുമ്പോ മഴയൊന്നും ഇല്ലന്നല്ലേ? മഴയൊക്കെ ഉണ്ടടാ, മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അപ്പോഴേ ഇതുകളില്ല, ഓർമ്മകൾ അങ്ങനെ ഇല്ല. അത് ഇങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. ഭൂ ഇതുപോലൊക്കെ തന്നെയാണ്. ഓർമ്മ ക്ലാസ്സിൽ പഠിച്ച സമയം ആ ഒരു ഇതൊക്കെ നല്ലൊരു സംഭവം. എനിക്ക് മഴയുടെ കേസ് മഴയുടെ കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ മഴയുടെ എനിക്ക് ഓർമ്മ വരാറ്, ഞാൻ പെയിന്റിങ്ങിന് പോയിട്ടുണ്ടായി കുറെ നാള്. അപ്പൊ പെയിന്റിങ്ങിന് പോകുമ്പോ ഈ മഴ പെയിന്റിങ്ങിന് ഭയങ്കര പ്രശ്നമാണ്. അതായത് പെയിന്റിങ്ങിന് പണി കുറയും. അപ്പൊ ആ സമയമാകുമ്പോ മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം. അപ്പൊ കുറച്ച് പണികളൊക്കെ ബാലൻസ് ഉണ്ടാവും. അത് ഞങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആയിട്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫുള്ള് ഓഫായിരിക്കും, ഞങ്ങൾക്ക് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ആ ദിവസങ്ങളിൽ ഇങ്ങനെ വീട്ടിലിരിക്കാൻ നല്ല രസമായിട്ട് അതൊക്കെ ആയിരുന്നു മഴ അങ്ങനത്തെ പണി എടുക്കുന്ന സമയത്തെ കേസുകൾ. സ്കൂളിൽ പോകുമ്പോൾ ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ TV-യിൽ ന്യൂസ് രാവിലെ വെച്ച് നോക്കും, മുടക്കുകൾ വല്ലതുണ്ടോ, വെള്ളം എവിടെയെങ്കിലും പൊങ്ങിയിട്ടുണ്ടോ അതൊക്കെ നോക്കാനായിട്ട്.
അങ്ങനെയൊക്കെ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വഴിയുണ്ട്. മേലടൂരാണ് പഠിച്ചത് അതിന് ഞാൻ ചെറിയ സ്കൂളിൽ പോയത് ഇവിടെ സെന്റ് അഗസ്റ്റിൻ അല്ലേ, സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ തന്നെ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സ്കൂൾ. അത് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ് വരെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അന്നനാട് സ്കൂള്. അത് ഗവൺമെന്റ് അല്ലേ, എയ്ഡഡ് തോന്നുന്നുണ്ട് ആ സ്കൂള്. അവിടെ 10 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് +1 +2 മേലടൂര് മേലടൂര് ആ ഭാഗം പഠിച്ചു. അത്ര വരെ പഠിച്ചുള്ളൂ. ഞാൻ പഠിക്കാം. അങ്ങാണ് മഴയോർമ്മകൾ. മഴയോർമ്മകൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അതൊക്കെ വെള്ളത്തിൽ കളിക്കല്, കടലാസ് കൊണ്ട് അങ്ങനെ വഞ്ചി ഉണ്ടാക്കിയത് തന്നെ. പിന്നെ എന്നിട്ടാ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ചായയും മിച്ചറും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആട്ടാ. ഇങ്ങനെ എരിവുള്ള മിച്ചറും ചായയും കട്ടൻ ചായ, അതൊക്കെ ഒരു മഴയുടെ സമയത്ത് ആ ഫീൽ കിട്ടുള്ളൂ. സമയത്ത് അതന്നെ ആ ഒരു മഴ ചൂട് കട്ടൻ ചായയില് കട്ടൻ ചായ നല്ല രസമാണ്. ഇതൊരു കട്ടനടിച്ച് കിടക്കുന്ന ഒരാള് കട്ടനടിച്ച് പോയി. നമ്മുടെ റോളപ്പനെ ഉറങ്ങിപ്പോയി, നടക്ക് വന്ന് കിടന്നു. അയ്യോടാ എന്തിനാടാ ഞെട്ടണ കൊച്ച് ഓള് നമ്മളാരും വിളിച്ചു കഴിഞ്ഞാൽ കാല് ഇങ്ങനെ ഓള്. ഇതാണ് ആളുടെ പരിപാടി. അത് പുന്നാരത്തിന്റെ ഇനിയിപ്പോ തടകാൻ കയറണം. റോളെന്നുള്ളത് റോയലിനാകെ. ഇടയ്ക്ക് ഞാൻ റോള് എന്ന് വിളിക്കുന്നത് റോയൽ എന്ന് വിളിക്കൂടാ. എന്നെ വിളിച്ചെനിപ്പിച്ച്. എന്നിട്ട് ചാഞ്ചിക്കുഞ്ഞി പൊന്നു അമ്മിന്റെ മോൻ ചാഞ്ചിക്കോടി കുഞ്ഞാ ചാഞ്ചിക്കോട്ടാ. പിന്നെ അങ്ങനത്തെ വിശേഷങ്ങള് ഇങ്ങനെ മൂടി പൊതിച്ച് കുറെ നേരം കിടന്നുറങ്ങാനായിട്ടൊക്കെ അതാണ് നമ്മൊരു വീഡിയോയില് പറഞ്ഞ മഴയുള്ളപ്പോ കിടന്ന് ഇരിക്കരുതുണ്ട്. അത് തലയൊക്കെ കുളിച്ച് തലയൊക്കെ നനഞ്ഞിരിക്കണോട്ടാ. എന്നിട്ട് ഫാൻ ഇട്ടിട്ട് പൊതിച്ചുകൂടി വല്ലാത്ത ഫീലിംഗ്. തലയൊക്കെ കുളിക്കണം, മെയിൻ തലയൊക്കെ കുളിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് മഴ വരുമ്പോ എന്നിട്ടൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ആയിട്ട് ഇട്ടോളൂ. നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ നിങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ലൈവ് വരാടാ. ലൈവ് അതെങ്ങനെയാടാ ഇടാ? അത് ഇങ്ങനെ മമ്മി മിണ്ടാണ്ടിരിക്കണ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ല മിണ്ടാണ്ടിരിക്കുന്ന കമന്റ് വായിച്ച് നേരത്തെ പറഞ്ഞിട്ട് കമന്റ് വായിച്ച് നോക്കണം എങ്ങനെയെന്ന് നമുക്കത് അറിയില്ല. അത് മക്കളെ ഞങ്ങ ഇഷ്ടമുണ്ടോന്ന് നോക്കിയോളൂ ട്ടാ. കമന്റ് ചെയ്യ്, കൂടുതൽ കമന്റ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലൈവ് വരാം. റോളക്സിനെ കൊണ്ട് ഞങ്ങൾ വരും ലൈവ്. റോളക്സ് വന്നു കഴിഞ്ഞാൽ പറ്റെനിക്ക് തക്കൂനെയും കൊണ്ടുവരാം. അപ്പൊ മക്കളെ ഞങ്ങള് ലൈവ് വരണമെന്നുണ്ടെങ്കിൽ കമന്റ് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ ലൈവ് വരാട്ടാ. എങ്ങനെയായിരുന്നു ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ. മിക്കവരും ഇടണത് കാണാറുണ്ട്, ഞങ്ങൾ ഇതേവരെ ലൈവ് ഇട്ടിട്ടില്ല. അപ്പൊ നോക്കട്ടെ. അപ്പൊ മമ്മി ലൈവ് വരാം, ഞങ്ങൾ എല്ലാവരും കൂടി ലൈവ് വരാം. അത് അപ്പൊ ഇതുപോലെ മൈക്കേം പോട്ടെ മൊബൈല് പിടിക്കാനായിട്ടൊക്കെ ഇത് വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാ തന്നെ. അപ്പൊ മഴയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. രോഗങ്ങൾ വരുന്ന സമയമാണ്. അതന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കാം. കട്ടൻ ചായ, വ്യക്തിശുചിത്വം, പരിസര കട്ടൻ ചായ, മിച്ചറ്, ജോൺസൺ മാഷിന്റെ പാട്ട് സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടം പഴയ പാട്ടുകൾ മക്കളെ. പഴയ പാട്ടിന് വല്ലാൻ ഒരു പാട്ടുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടാ? ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. ചെറിയ വിശേഷങ്ങള് മഴയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. എന്തെങ്കിലും മഴയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. മഴയോർമ്മകള് അല്ലേ? മഴയോർമ്മകൾ എന്റെ അമ്മേ ചാടി മഴയോർമ്മകൾ അത് തന്നെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെന്നറിയില്ല, എന്നാലും നമ്മളുടെ വർത്താനം ഇഷ്ടമാണെന്ന് പറയുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിന്നെ മമ്മിയുടെ കൈവേദനയൊക്കെ കുറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഒരുവിധം ഉഷാറായി വരുന്നു. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായി,
സൂപ്പർ കമന്റ് ആയിരുന്നു. അത് കാലത്ത് കമന്റ് വന്ന ആ കാലത്ത് ഞാൻ ആ കമന്റ് വായിക്കണ്. നോയല് ജോലിക്ക് പോയിട്ട് അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആ കമന്റ് എനിക്ക് അയച്ചു തന്നേക്കണ്. മമ്മി ഇത് കണ്ട, മമ്മിയുടെ ഒരു സബ്സ്ക്രൈബ് പറഞ്ഞേക്കണതാണ്. പേരുന്ന പ്രജിത് പ്രവീൺ അതാണാ ആള് പറഞ്ഞേക്കണേ. മമ്മി രോഗമാണെന്നും പറഞ്ഞു ഏതുകാരും ഇരിക്കരുത്, കുറച്ചു നേരം നടക്ക. പിന്നെ മമ്മിയുടെ മനസ്സിൽ നിന്ന് രോഗത്തിൻ്റെതായി അങ്ങോട്ട് വിട്ടുകളയാ, കിടക്കരുത്, കിടക്കാൻ തോന്നുമ്പോ നടക്ക. പിന്നെ എന്തെന്നാ അസുഖമാണെന്ന് വിചാരിച്ചു അസുഖമാണെന്ന് മനസ്സിൽ വിചാരിക്കരുത്. അസുഖമാണെന്ന് വിചാരിച്ച അസുഖം തന്നെ ആയിരിക്കും. ഉണർവോടുകൂടി നടക്കാൻ മമ്മിക്ക് ഒരു അസുഖവുമില്ല. സൂപ്പർ. അത് കേട്ടപ്പോ എനിക്ക് നല്ല എനർജായി. അതന്നെ, നമ്മളെയും മമ്മീനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായില്ലേ എല്ലാവർക്കും. മമ്മിയുടെ ഹായ്. അപ്പൊ ആ മോനാണോ മോളാണോ പ്രത്യേകിച്ച് ഹായ്. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.